അപർണ ഇങ്ങനെ പരിഹസിക്കുമ്പോൾ നിരഞ്ജന പറയും, ഞാനും നീയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്കൊന്നില്ലെങ്കിലും ഇവിടെ ഉള്ളവരുടെ സ്നേഹമെങ്കിലും കിട്ടുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് ജാനകി അടുത്തേക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ കൂടുതലൊന്നും നിന്നോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് കുറച്ച് പ്രൈവസി വേണം, നീ ഒന്ന് പോകുന്നു പറയും. അബിയും സക്കീർ ഭായും കൂടി ജാനകിയുടെ അപകടമായിട്ട് ബന്ധപ്പെട്ട കേസിനെ പറ്റി സംസാരിക്കുകയാണ്. സക്കീർ ഭായ് പറയും, CI അലക്സ് തമ്പിയുടെ സ്വന്തം ആളാണെന്ന്. അതുകൊണ്ട് തന്നെ കേസ് വേറൊരാൾക്ക് കൈമാറുന്നതിന് മുന്നേ ഉള്ള തെളിവുകളോട് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അബി പറയും, അമലിൻ്റെ കല്യാണമൊക്കെ വരെ തമ്പിയുമായിട്ട് എല്ലാ ബിസിനസ്സിലും ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിനുശേഷം ചില ബിസിനസ്സുകളിൽ നിന്ന് മാറാൻ അച്ഛൻ പറഞ്ഞു. അതിലൊന്നായിരുന്നു കൺസ്ട്രക്ഷൻ. ഇപ്പോൾ അതിലേക്കൊന്ന് ഇറങ്ങിയാലോ എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സക്കീർ ഹുസൈൻ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അച്ഛൻ എങ്ങനെയാണോ തമ്പിയെ മുട്ടുകുത്തിച്ച് ആ വഴി തന്നെ മകനും തിരഞ്ഞെടുക്കണം. അമലിൻ്റെ ഓഫീസിൽ നിന്ന് സുധാകരൻ എന്ന് പറഞ്ഞ ഒരാൾ തമ്പിയെ വിളിക്കാണ്. ഇവിടെ അബി വന്നിട്ടുണ്ട്, തമ്പിയെ ലക്ഷ്യം വെച്ചാൽ വന്നതെന്നൊക്കെ പറയും. കാര്യം എന്താണെന്ന് തമ്പി തിരക്കുമ്പോൾ അയാൾ കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ടിട്ട് തമ്പി പറയും, ഇതെനിക്കുള്ള പണി തന്നെ. അപർണ ഇന്ദ്രജയെ കാണാൻ വരികയാണ്. ജാനകിയും നകുലനും തമ്മിലുള്ള വിവാഹ നിശ്ചയം വരെയൊക്കെ എനിക്കറിയാമെന്ന് അപർണ പറയും. ഇന്ദ്രജ പറയും, അതെ, അവൾ ഞങ്ങളെ കമ്പനിയിലെ പുതിയ സ്റ്റാഫായിരുന്നു. അവളെ കണ്ട് നകുലന് അവളോടൊരു ഇഷ്ടം തോന്നിയെന്ന് പറയും. അപർണയ്ക്കും അവളെ കണ്ട് മോഹിക്കാൻ മാത്രം പുരുഷന്മാരെല്ലാം വിഡ്ഢികളാണോ? എല്ലാ പെണ്ണിനും ഒരു തോന്നലുണ്ട്, ഞാനാണ് ഏറ്റവും വലിയ സുന്ദരി. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരാ. ഇന്ദ്രജ പറയും, എന്നെ കവിഞ്ഞ ആരും ഇല്ലെന്നുള്ള ധാരണയും ശരിയല്ല. ഞാൻ മാത്രം ഒന്ന് പറയിക്കുന്ന മണ്ടത്തരത്തിലും വലുതും വേറെയില്ല. അപർണ പറയും, ഞാൻ ഇന്ദ്രജയെ കാണാൻ വന്നത് എന്തിനാണെന്ന് ഞാൻ പറയാം. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അളകാപുരി എൻ്റെ കൈപ്പിടി വരണം. അബിയും ജാനകിയും ആ വീട് വിൽക്കേണ്ട ഒരവസ്ഥ വരണം. എന്നിട്ടത് എൻ്റെ അച്ഛൻ വാങ്ങണം. ഇന്ദ്രജ പറയും, ആ വീട് ജാനകിയുടെ അബിയുടെ പേരിലല്ലേ? അപർണ പറയും, അവരാ വീട് പണയം വെച്ചോ വിലയാധാരം നടത്തിയോ അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥ വരണം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ദ്രജയെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. എനിക്ക് വേണ്ടത് ജാനകിയെ ഒരിക്കലും എൻ്റെ കൺമുന്നിലൂടെ വെല്ലുവിളിച്ച് പോയവളെ ഓടിച്ചെൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം. അഭയത്തിനായിട്ട് എന്നോട് കേഴണം. ഇന്ദ്രജ ചോദിക്കും, ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ അപർണയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കും. അപർണ അതിന് സമ്മതിക്കുകയാണ്. സുമംഗലാമ്മ അളകാപുരിയിലേക്ക് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ വിളിക്കുകയാണ്. ഇത് കേട്ട് അബിയുടെ അമ്മ പുറത്ത് വരും. ഇതൊക്കെ കേട്ട് അബിയും ജാനകിയും അങ്ങോട്ട് വരികയാണ്. സുമംഗലാമ്മ എന്തൊക്കെയോ പറയുന്ന കൂട്ടത്തിൽ പറയും, എന്നെ അനാഥാലയത്തിൽ കൊണ്ട് തട്ടിയ ആ വിഷവിത്തിനും കൊണ്ട് വിളിക്ക് തമ്പിയുടെ മോളെ, എനിക്ക് അവളെ ഒന്ന് കാണണം. അബിയേക്കും, മുത്തശ്ശിയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതല്ലേ, മുത്തശ്ശി വരാതിരുന്നത് എൻ്റെ കുറ്റാണോ? എന്നെ എൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാൻ നീ ആരാടാ? നിന്നെ സൂര്യ എവിടുന്നോ എടുത്തുകൊണ്ട് വന്നിട്ട് പ്രഭാതിയുടെ അടുത്ത് കൊടുത്തു. അല്ലാതെ നീ ഈ വീടുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെന്ന് പറയും. നീ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിപ്പിച്ചു. എന്നിട്ട് നിന്നെ പൊക്കി പറയാൻ സക്കീർ ഹുസൈനെ അയച്ചു. സുമംഗലമ്മ ബാഗ് തുറന്നിട്ട് കാശ് എടുത്തിട്ട് പറയും, ഇതാ നിന്നെ എനിക്ക് വേണ്ടി ചിലവഴിച്ച കാശ്. അബി ആദ്യം അത് വാങ്ങില്ല. സുമംഗലമ്മ പറയും, വാങ്ങിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ മുഖത്തെറിയുമെന്ന് പറയും. അത് കേട്ട് അബി ആ കാശ് വാങ്ങുകയാണ്. അബിയുടെ അമ്മ പറയും, അവിടുന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, അമ്മ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാമെന്ന് പറയും. സുമംഗലാമ്മ പറയും, തിരിച്ചു പോകാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, നിന്നെയൊക്കെ നിലയ്ക്ക് നിർത്താനും ചില പാഠങ്ങളൊക്കെ പഠിപ്പിക്കാനും തന്നെ. അബി പറയും, എല്ലാവരെക്കാളും ഇവിടെ അധികാരാവകാശം മുത്തശ്ശിക്കാം. സുമംഗലാമ്മ നേരെ പോയിട്ട് രാധാമണിയോട് ചൂടാവുകയാണ്. ആ സമയത്ത് ജാനകിയും അമ്മയും കൂടി അങ്ങോട്ട് വരും. ഈ സൗണ്ട് കേട്ടിട്ട് റൂമിൽ നിന്ന് അപർണ പുറത്തിറങ്ങാണ്. സുമംഗലാമ്മ പറയും, തമ്പി ഇവളെ പിടിപ്പിച്ചു എന്നല്ലേ കേസ്? ഇവള് നിൻ്റെ അമ്മയാണെങ്കിൽ നിൻ്റെ അച്ഛനാരാ? തമ്പിയിൽ ഇവൾക്കുണ്ടായ സന്തതിയല്ലേ നീ? ഇത് കേട്ടിട്ട് അപർണ വന്നിട്ട് സുമംഗലാമ്മയോട് ചൂടാവും. സുമംഗലാമ്മ പറയും, എന്നെ വൃദ്ധസാധനത്തിൽ കൊണ്ടുവിട്ട ക്രൂരയാണ് നീ അതൊക്കെ പറയും. അപർണ പറയും, നിങ്ങളുടെ സ്വഭാവത്തിന് നിങ്ങളെ വല്ല പൊട്ടക്കൻറ്റിലാണ് കൊണ്ടിട്ടുണ്ടെന്ന് പറയും. അപർണ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെയും പറയണം. അതൊക്കെ തീർന്നതാ, ഇനി അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി ആരും വരണ്ടെന്നൊക്കെ പറയും. തമ്പിയുടെ മോളാണ് ജാനകി എന്ന് പറഞ്ഞതിനെ അപർണ ഇങ്ങനെ പ്രതിരോധിക്കുകയാണ്. അപർണ പോകുന്ന വഴിക്ക് ജാനകി അവളെ പിടിച്ചു നിർത്തും. എന്നിട്ട് പറയും, ഞാനിവരെ അമ്മയായിട്ട് തന്നെ കാണുന്നത്, എൻ്റെ അച്ഛനായിട്ട് ആരും വരണ്ട. ഞാൻ ഒരാളെ അച്ഛനെന്ന് വിളിച്ചിട്ടുള്ളൂ, ഇവിടുത്തെ അച്ഛനെ. അദ്ദേഹത്തിൻ്റെ കോടി പുണ്യങ്ങളിൽ ഒരു അംശം പോലും ഇല്ലാത്ത നിൻ്റെ അച്ഛനെ ആരെങ്കിലും അച്ഛനായി കാണോ? ഞാനെന്നല്ല, അനാഥായ ഒരു പെണ്ണും അച്ഛനായിട്ട് കാണാൻ ആഗ്രഹിക്കില്ല. മാലിന്യം ആരെങ്കിലും മനസ്സിൽ വാരിക്കൊണ്ട് നടക്കുമോ? ഇതൊക്കെ കേൾക്കുമ്പോൾ അപർണയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ വീട്ടിലാണ് നീ നിൽക്കുന്നത്, അല്ലാതെ നിൻ്റെ വീട്ടിലല്ല ഞാൻ നിൽക്കുന്നത്. ഇവിടെ ആര് പഴയ പ്രതാപം പറഞ്ഞു വന്നാലും അതെനിക്ക് കേട്ട് നിൽക്കേണ്ട കാര്യമില്ല. സുമംഗലാമ്മയോട് പറയും, നിങ്ങളിവിടെ നിൽക്കുന്നതിനൊന്നും കുഴപ്പമില്ല, എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് വേണം, ഇല്ലെങ്കിൽ ഇതൊന്നും അനുവദിച്ചു തരില്ലെന്ന് പറയും. സുമംഗലാമ്മ അതൊന്നും സമ്മതിക്കാതെ ഒരു പുച്ഛത്തോടെ താഴോട്ട് ഇറങ്ങി പോവാണ്.